ഹലോ, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പലപ്പോഴും പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നമ്മൾ പകുതിയോളം നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ ഫോൺ നോക്കി നോക്കുക. നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളൊരു 10 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലാകെ 2-3 ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങളുടെ പല വിധത്തിലുള്ള ഡാറ്റ കാര്യങ്ങളും മൊത്തം നിങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ അവൻ ചോർത്തി കൊണ്ടുപോകാൻ അവിടെ പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാമറയുടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഫോട്ടോസിന്റെ പെർമിഷൻ ഉണ്ടാവും, നമ്മുടെ മൈക്രോഫോൺ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം പല ആപ്ലിക്കേഷനും അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അടിപൊളി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതൊന്ന് ചെയ്തു വെക്കുക. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നേരെ അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫോണിൽ നമ്മുടെ സാധാരണ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പല ആപ്ലിക്കേഷൻസും നമ്മൾ ഇതിനൊക്കെ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയാണ് ഈ ആക്സസ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതൊന്നും പുതിയ ഓപ്ഷൻ ആണ്, അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആപ്പ് മാനേജ്മെന്റ്, ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നിരവധി ആപ്ലിക്കേഷൻസുകൾ കാണാം. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചു. ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ പെർമിഷൻ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, നമ്മളിവിടെ അലൗ ചെയ്തിരിക്കുന്ന പെർമിഷൻസ് ആണെന്ന് ക്യാമറ, അതുപോലെ തന്നെ ഫോട്ടോസ്. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ക്യാമറക്കും ഫോട്ടോസിനും ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ എത്രയോ കാലമായി ഉപയോഗിച്ചിട്ട്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇതിന് ഡോണ്ട് അലൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ക്യാമറക്കോ അല്ലെങ്കിൽ ഫോട്ടോസിനൊന്നും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്പ് നമ്മളത് അടിച്ചു മാറ്റി കൊണ്ടുപോകില്ല എന്നർത്ഥം. പക്ഷെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പെർമിഷൻസ് എല്ലാം പോയിക്കോളും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണോ അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. ചിലർ 2-3 ഐ ഡി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഏത് ഐ ഡി ആണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സൈറ്റ് സെറ്റിംഗ്സ്, ആ സൈറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെർമിഷൻസിന്റെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷെ ഇത് അതൊന്നല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പൊ പുതിയതായിട്ട് വന്നത് കാണും. ടു പ്രൊട്ടക്ട് യുവർ ഡാറ്റ ലെറ്റ് ഗൂഗിൾ ക്രോം റിമൂവ് പെർമിഷൻ ഫ്രം സൈറ്റ്സ് ദാറ്റ് യു ഹാവൻ വിസിറ്റഡ് റീസെന്റ്ലി. നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസിന്റെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പെർമിഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഡിസേബിൾ അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക.